ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണമഹോത്സവത്തിന്റെ ഭാഗമായി മാമ്പ്രക്കന്നേൽ യുവജന സമിതി അണിയിച്ചൊരുക്കുന്ന ഓണാട്ട് കതിരവൻ എന്ന നന്ദികേശന്റെ ചട്ടംകൂട്ടൽ കർമ്മം നടത്തി. ക്ലാക്കോട്ടില്ലം നീലകണ്ഠൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വരുന്ന ഒക്ടോബർ 3-ാം തീയതി നടക്കുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28ാം ഓണമഹോത്സവത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം മാമ്പ്രക്കന്നേൽ യുവജന സമിതി അണിയിച്ചൊരുക്കുന്ന ഓണാട്ട് കതിരവൻ എന്ന നന്ദികേശന്റെ നിർമ്മാണത്തിന്റെ ചട്ടംകൂട്ടൽ ചടങ്ങ് നടന്നു. ക്ലാക്കോട്ടിലും നീലകണ്ഠൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഓച്ചിറ ഭരദേവരുടെ ഏറ്റവും വിശിഷ്ടമായ വഴിപാടായിട്ട് നമ്മൾ കാണുന്ന ഈ കെട്ടുകാള ഉത്സവം വളരെ ഭക്തിയോടുകൂടി ഭക്തി നിർഭരമായിട്ട് ചെറുപ്പക്കാരായ ഈ നാട്ടുകാർ പ്രായം അതിൽ ഉൾപ്പെടുത്തുന്നില്ല. അധികവും ഇവിടെ കണ്ടതിൽ വളരെ ചെറുപ്പക്കാരാണ്. ഇവർ ഇത്രയും താല്പര്യത്തോടുകൂടി ഭക്തിയോടുകൂടി ഈ കെട്ടുകാള ഉത്സവം നടത്തി കൊണ്ടുപോകുന്നതിന് അവരെ പ്രചോദനം കിട്ടിയിരിക്കുന്നത് ഭഗവാന്റെ അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ എല്ലാം മനസ്സ് തെളിഞ്ഞുള്ള പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് ഈ കാലവും ഈ വർഷവും വളരെ ഭംഗിയായി ഇത് നിർവഹിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള എല്ലാ അവസ്ഥകളും അവർക്ക് നൽകട്ടെ. ഓം ശംഭോ മഹാദേവ. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA, നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, മുൻ ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, പാലമുറ്റത്ത് വിജയകുമാർ, CS ഭാഷ, S കേശുനാഥ്, ഡിനു അശോകൻ, പാറയിൽ രാധാകൃഷ്ണൻ, ശ്രീലത ജ്യോതികുമാർ, ശരത് പാട്ടത്തിൽ, യുവജന സമിതി പ്രസിഡന്റ് സന്ദീപ് പാലശ്ശേരിൽ, സെക്രട്ടറി അതിഥി പ്രസാദ്, ട്രഷറർ രഞ്ജിത് ലാൽ, രക്ഷാധികാരികളായ MP രാമഭദ്രൻ, സനിൽ, ചെറുപ്പുറത്ത് മുരളി, N ശിവദാസൻ എന്നിവരും മറ്റ് യുവജന സമിതി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് തുടക്കം കുറിക്കുന്ന കെട്ടുകാല ഉത്സവം, അതിലേറ്റവും മഹത്തായ ഒരു ചടങ്ങ് തുടങ്ങുന്നത് ഈ പ്രദേശത്തു നിന്നാണ് എന്ന് കാണുന്നത് സന്തോഷകരമാണ്. ഈ വർഷം മാത്രമല്ല, മുൻകാലങ്ങളിലുള്ള എല്ലാ വർഷങ്ങളിലും ഇവിടുത്തെ കെട്ടുകാളകൾക്കാണ് ലോകപ്രസിദ്ധി ആർജിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അന്തർദേശീയ തലത്തിൽ ഓച്ചിറ ക്ഷേത്രോത്സവം ഒരു മഹോത്സവമാക്കി തീർക്കുവാൻ ഇട നൽകിയത് ഇവിടുത്തെ നിങ്ങളുടെ ആത്മാർത്ഥത നിറഞ്ഞ പ്രവർത്തനവുമാണ്, ഈ കാളയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈ വർഷവും അതിൻ്റെ മുന്നോടിയായി തുടക്കം എന്നുള്ള നിലയിൽ എല്ലാ വർഷവും നിങ്ങൾ തന്നെയാണ് തുടക്കം കുറിക്കുന്നത്. ഈ വർഷവും നിങ്ങൾ തന്നെ അതിന് തുടക്കം കുറിച്ച് കാണുന്നത് സന്തോഷകരമാണ്. പരബ്രഹ്മം നിങ്ങളെയും ഈ പ്രദേശത്തെ ജനങ്ങളെയും ഭക്തജനങ്ങളെയും എല്ലാവരെയും അതിനെ സഹായിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥതയോടുകൂടി തന്നെ സഹായിക്കും, അനുഗ്രഹിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദനം. ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജാതിമതഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഒരേപോലെ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വർഷവും ഞങ്ങൾ ഈ ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ 28ാം ഓണം എന്ന് പറയുമ്പോൾ ഓണം കഴിഞ്ഞു വരുന്ന ഉത്സവമാണ്. പക്ഷേ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തിരുവോണത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞങ്ങൾക്കുള്ളത് 28ാം ഓണ മഹോത്സവമാണ്. ഏതാണ്ട് 250-ൽ പരം കെട്ടുകാഴ്ചകൾ ഓച്ചിറ പരബ്രഹ്മ സന്നിധാനത്ത് 28ാം ദിവസം ചെല്ലുമ്പോൾ അതിലേറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും നല്ല കെട്ടുകാഴ്ചയായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ വേൾഡ് റെക്കോർഡിൽ കിട്ടുകയും അതോടൊപ്പം തന്നെ ഐക്യരവളിൽ കുടുംബത്തിൻ്റേതായ 1ാം സമ്മാനമായ 50,001 രൂപയും നന്ദികേശൻ്റെ ഒരു വിഗ്രഹവും അത് ഓടിൽ തീർത്തൊരു വിഗ്രഹവും ഞങ്ങൾക്ക് സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ നാട്ടുകാരുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. പിന്നെ കൂടാതെ ഒരു ആശങ്ക കൂടിയുണ്ട്. ഈ ഹൈവേയുടെ പണി നടക്കുമ്പോൾ അതിലൂടെ ഞങ്ങൾ ഈ നന്ദികേശനെ കൊണ്ടുപോകുന്നതിനുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അതെല്ലാം ഞങ്ങൾ മറക്കുകയാണ്. എന്തു തന്നെയായാലും ഈ നാടിൻ്റെ ആവേശമായി തീർന്നിരിക്കുന്ന, ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ ആവേശമായി തീർന്നിരിക്കുന്ന ഈ കെട്ടുകാഴ്ച മഹോത്സവം അതിഗംഭീരമായി ഐശ്വര്യപൂർണ്ണമായി നടത്തുന്നതിനുള്ള എല്ലാ സഹായങ്ങളും നാട്ടുകാരിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഉദ്യമത്തിലേക്ക് കടക്കുകയാണ്. CD നെറ്റ് ന്യൂസ്, കായംകുളം.